ഹലോ. അങ്ങനെ ആനിവേഴ്സറി കഴിഞ്ഞ് പോയപ്പോഴത്തേക്കും ജോജോ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവൻ തിരിച്ച് പോയില്ല. അങ്ങനെ അവനെ കൊണ്ടാക്കാനായിട്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് ചെറിയ മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു ഡൗട്ടായിരുന്നു അവനെ കൊണ്ടാക്കണോ നാളെ കൊണ്ടാക്കണമെന്ന്. പക്ഷേ നാളെ ഞങ്ങൾക്ക് പുറത്ത് പോകേണ്ട ആവശ്യമായതുകൊണ്ട് ഇന്ന് കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവന് ഇപ്പിയും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആ ടൈമിൽ പൂരി ഉരുളക്കിഴങ്ങായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ജോജോനെ വീട്ടിൽ കൊണ്ടാക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 5:45 ആയപ്പോഴത്തേക്കായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ അവന് ഉറക്കം വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കാറ്റടിച്ചപ്പോൾ നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അവന് തന്നെ ഉറക്കം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ബാക്കിൽ ഞാൻ ഇരിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവന് വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ നിൽക്കണമെന്ന് വാശിയായിരുന്നു. അവസാനം അവന് ഞാൻ ബോഡിയൊക്കെ ഷേക്ക് ചെയ്ത് കൊടുത്തെങ്കിലും അവന് ഉറക്കം വീണ്ടും കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഉറങ്ങി വീണിട്ട് അവൻ തന്നെയാണ് സ്വന്തമായിട്ട് ചിരിക്കുന്നത്. അങ്ങനെ അവനെ വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾ തിവോന എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. തിവോന കാണാൻ പോയപ്പോഴത്തേക്കും അവനും നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഞങ്ങൾ രാമേന്ദ്രയിൽ പോകാനായിട്ട് കയറിയെങ്കിലും രാമേന്ദ്രയിൽ പോവാതെ ഞങ്ങൾ ഭീമാപള്ളിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മുമ്പത്തെ ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ റൂം സ്പ്രേ, വീട്ടിലത്തെ എന്ത് സാധനമായിരുന്നാലും, പെർഫ്യൂം ആയിരുന്നാലും, ബാത്റൂമിലത്തേക്കായിരുന്നാലും, ലോഷൻ, അങ്ങനത്തെ എന്ത് സാധനമായിരുന്നാലും ഞങ്ങൾ ഇവിടെ നിന്നാണ് വാങ്ങാറുള്ളത്. അവസാനം ഞാൻ ഫുള്ള് നോക്കി, ഞാൻ യൂസ് ചെയ്യുന്ന ബോട്ടിലുകൾ കാണാത്തതുകൊണ്ട് ഞങ്ങൾ വേറെ ഒരു പെർഫ്യൂം എടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അതിൻ്റെ റേറ്റ് വരുന്നത് 240 എന്തോ ആണ്. പക്ഷേ ഞങ്ങൾക്കത് 170ക്കാണ് തന്നത്. കാരണം അത്ര റേറ്റ് കുറവാണ് ഇവിടെ ഈ ഷോപ്പിൽ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഷോപ്പിൽ എപ്പോഴും വരാറുള്ളത്. മുമ്പ് 1-2 തവണ ഞങ്ങളിത് യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇതിൻ്റെ സ്മെല്ല് ഞങ്ങൾ അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ നിന്നില്ല. കാരണം ഓൾറെഡി നമുക്കിത് അറിയാൻ നല്ലതാണെന്ന്. വരുന്ന വഴിക്ക് ഉപ്പിലിട്ടുള്ള എല്ലാ സാധനങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാം വാങ്ങിച്ചു. കയ്യിൽ മുളകും ഉപ്പും ഇതൊക്കെ ആയതുകൊണ്ട് ഫോൺ എടുത്തില്ല, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളുടെ ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള കടയാണ് ഈ മോഡൽസ് എന്ന് പറയുന്നത്. ഇവിടുന്ന് ഞങ്ങൾ ഒരു ടോപ്പ് എടുക്കാനും കൂടെ ആയിട്ടാണ് പോയത്. അതുമല്ല, ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ജോജോയുടെ പാരൻസ് ഞങ്ങൾക്ക് ഇവിടെ നിന്നാണ് എടുത്തു തന്നത്. അപ്പോൾ എനിക്ക് ഈ ടോപ്പാണ് എടുത്തത്. പക്ഷേ എനിക്ക് ചെറുതായതുകൊണ്ട് ഞാനത് മാറ്റിയെടുക്കാനും കൂടെയാണ് പോയത്. വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ഇച്ചയ്ക്ക് എനിക്കും ഒരു ഗിഫ്റ്റും കൊടുക്കാൻ പറ്റില്ല, എനിക്കും തന്നില്ല. അപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ എക്സ്ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ എക്സ്ട്രാ ഒന്നും കൂടെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സീ വിത്ത് അനദർ വീഡിയോ. ടാറ്റാ.